സക്രായയുടെ പുസ്തകത്തിൽ നിന്ന് മലയാളത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മൈനർ പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ഈ ഇന്നത്തെ ഷെയറിങ് വളരെ കുറച്ചു നേരമേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ മൈറ്റ് ബി മോർ കേട്ടോ. ഒരു 15 മിനിറ്റോളം ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, അല്ല 10 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ചിന്ത വളരെ കുറവായിരിക്കും, ഒരു 5 മിനിറ്റേ കാണത്തുള്ളൂ. ബട്ട് ദോസ് ആർ പ്രോമിസസ് ദാറ്റ് വി ക്യാൻ ക്ലെയിം. മൈനർ പ്രോഫിറ്റ്സ് 12 പുസ്തകങ്ങളുണ്ട്. എന്നാൽ മൈനർ പ്രോഫിറ്റ്സിൽ ലോങ്സ്റ്റ് പുസ്തകം സക്രായ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി സക്രായ ഇസ് ലോങ്ങർ ദാൻ ഡാനിയൽ ബട്ട് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ മൈനർ പ്രോഫിറ്റ്. വേദോത്സവത്തിൽ വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പുസ്തകങ്ങളിൽ ഒന്നാണ് സക്രായ. പക്ഷെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ച ഈസിയാണ് മനസ്സിലാക്കാൻ. ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. നമ്മൾ പലരും പേഴ്സണൽ റീഡിങ്ങിൽ ഒത്തിരി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പുസ്തകമാണ്. സോ സക്രായ എഴുതിയത് പോസ്റ്റ് എക്സൈൽ. ജനം ബാബിലോണിൽ അടിമത്തത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ദൈവം അവരെ ഫ്രീ ആയിട്ടാണ് കൊണ്ടുവന്നത്. അവരൊരു യുദ്ധം ചെയ്തൊന്നും അല്ല, അവർ യുദ്ധമൊന്നും ചെയ്യാതെ അല്ലാതാ തിരിച്ചു വന്നേ. ആ സമയത്ത് 2 പ്രവാചകന്മാര് ഉണ്ടായിരുന്നു എഴുതാനായിട്ട്. ഒന്ന് സക്രായ, ഒന്ന് ഹഗ്ഗായി. ഈ 2 പേരുടെ മിനിസ്ട്രി കാരണമാണ് എന്താ പറയണ്ടേ ടെമ്പിൾ റീബിൽഡ് ചെയ്യാനിടയായത്. ഈ ടെമ്പിളിന്റെ ചരിത്രം എന്ന് പറയുന്നത് വെൻ ദേ കെയിം ബാക്ക്, ടെമ്പിൾ പണിയാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോൾ ടെമ്പിൾ നിന്നുപോയിട്ട് 16 വർഷം ടെമ്പിൾ നിന്നുപോയി. നമുക്ക് ആ സ്റ്റോറി എസ്ര ചാപ്റ്റർ 1 to 4 കാണാൻ പറ്റും. എസ്ര 4:14 ഒക്കെ ആയപ്പോൾ നമുക്ക് കാണാം ടെമ്പിൾ നിന്നുപോയി. ചാപ്റ്റർ 5 വേഴ്സ് 1 നമുക്ക് കാണാൻ പറ്റും ദൈവം 2 പ്രവാചകന്മാരെ അയച്ചു, സക്രായെ, ഹഗ്ഗായി. അവരുടെ പ്രവചന നിമിത്തം ടെമ്പിൾ പണിതു. ഓക്കെ, അതാണ് കഥ. ടെമ്പിൾ പണിയുന്നതിന് മുമ്പേ 520 BC എഴുതിയതാ ചാപ്റ്റർ 1 to 8. അന്നേരം എന്തുകൊണ്ട് ടെമ്പിൾ പണിയുന്നില്ല, വൈ ടെമ്പിൾ ഹാസ് ടു ബി ബിൽഡ് എന്നുള്ളതാണ് 1 to 8. ഓക്കെ, അതിനെക്കുറിച്ചാണ്. ബട്ട് ഒരു പ്രോഫിറ്റിക്കൽ വിഷൻ ആയിട്ട് ഇപ്പൊ ഹഗ്ഗായി പ്ലെയിൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്, നിങ്ങൾ എന്താ പണിയാത്തത്, നിങ്ങൾ പോയി പണിയണ്ടേ എന്ന് പഠിപ്പിക്കുമ്പോൾ സക്രായ വിഷൻസിൽ കൂടെ പറയുന്നത് 1 to 8. ഇറ്റ്സ് നല്ല ഇൻട്രസ്റ്റിംഗ്, നല്ല വിഷൻസ്. 8 ഡ്രീംസ് കാണുന്നുണ്ട് പുള്ളി ചാപ്റ്റർ 2, 3, 4, 5. ബട്ട് 9 to 14 പോസ്റ്റ് ടെമ്പിൾ പണിതതിന് ശേഷം, എക്സൈലിൽ നിന്ന് വന്നു, ടെമ്പിളിന് മുമ്പേ 1 to 8. 9 to 14 ടെമ്പിൾ പണിതതിന് ശേഷമാണ്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. നമ്മൾ പൊതുവെ ക്രിസ്മസിന് കേൾക്കുന്ന സക്രായയുടെ ലാസ്റ്റ് പോർഷനാണ്. ആൻഡ് സക്രായ മൈ ബി ദ ഓൺലി പ്രോഫിറ്റ് who prophesied so much about the first coming and the second coming. ഞാൻ 2-3 വാക്യങ്ങൾ എളുപ്പം വായിക്കാം. 9 verse 9, chapter 9 verse 9. ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ ആകട്ടെ, ഇതല്ല എന്റെ മെസ്സേജ്. 9 verse 9 ഒന്ന് വായിക്കുമോ? ഹോസാന ഞായറാഴ്ചയെ കുറിച്ച് സക്രായ പറഞ്ഞ ഡീറ്റെയിൽസ് 9 verse 9 മലയാളത്തിൽ ഒന്ന് വായിക്കാം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പെടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത്, പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്ത് കയറി വരുന്നു. അറിയാമല്ലോ ഈ കഥ ഏതാന്നല്ലേ? എന്താ പറയണ്ടേ, മാത്യു ഈ വാക്യം തന്നെ കോട്ട് ചെയ്യുന്നുണ്ട്. യേശു കഴുതപ്പുറത്ത് ഹോസാന ഞായറാഴ്ചയിൽ അല്ലെങ്കിൽ ഹോസാന വീക്കില് കടന്നു വരുമ്പോൾ കറക്റ്റിന് പറയുന്നുണ്ട് ഇത് സക്രായ പ്രവചിച്ചതാ എന്നുള്ളത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ കഴുത എങ്ങനെയാ വരുന്നതെന്നൊക്കെ പ്രവചിച്ച ഒരു പ്രവാചകനാണ്. 9 to 14. 11 verse 12 വേറെ ഒരു പ്രോഫസി. ഞാൻ 2-3 പ്രോഫസി എളുപ്പം പറയാം, വായിച്ചു. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിക്കായി 30 വെള്ളിക്കാശ് തൂക്കിത്ത. ഇതറിയാമല്ലോ ഏതാന്ന്? ജൂഡാസ് 30 വെള്ളിക്കാശ് കൊണ്ട് യേശുവിനെ ഒറ്റുവെന്ന് സക്രായ പ്രവചിച്ചതാണ്. യേശുവിന്റെ ക്രൂശ് മരണവും സക്രായ പ്രവചിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 12 verse 10. ഈ 14 ചാപ്റ്ററിനകത്ത് എന്തൊക്കെ, ഇതിപ്പോ ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. ചാപ്റ്റർ 12 verse 10.
ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവനിലേക്ക് അവർ നോക്കും. ഏകജാതവനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. യേശുവിന്റെ ക്രോസും പിയേഴ്സിങ് എന്താ പറയണ്ടേ ലാസ്റ്റിൽ മരിക്കുന്നതിന് മുമ്പേ അത് പ്രവചിക്കുകയും ഈ ചാപ്റ്റർ 13 and 14 കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചും പ്രവചിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടു സെക്കൻഡ് കമ്മിങ്ങിൽ എവിടെ വരുന്നതെന്നും സക്രായ പ്രവചിക്കുന്നുണ്ട്. 14:4 ഒന്ന് വായിക്കുക. 14:4. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. റെവലേഷൻ 19:20 സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളതിനെങ്ങാട്ടി കുറച്ച് ചില എക്സ്ട്രാ ഡീറ്റെയിൽസ് സക്രായ പറയുന്നുണ്ട്. സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് മൗണ്ട് ഒലിവ്സിന്റെ മണ്ടയിലായിരിക്കും നിൽക്കുന്നത്. മൗണ്ട് ഒലിവ് വന്ന് നിൽക്കുമ്പോൾ യേശുവിന്റെ രണ്ടാമത്തെ വരവില് മൗണ്ടൻ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ ഒത്തിരി ഫസ്റ്റ് കമ്മിങ്, കർത്താവിന്റെ എന്താ പറയണ്ടേ വിക്ടോറിയസ് ജെറുസലേമിലേക്ക് വരുന്നത്, ക്രോസ്, ബിട്രയില്, സെക്കൻഡ് കമ്മിങ് എല്ലാം പ്രവചിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് വാട്ട് വാസ് ദ പ്രൈസ് ഹി പെയ്ഡ്? യേശു പറയുന്നുണ്ട് സക്രായ പേ ചെയ്ത പ്രൈസ്. ലൂക്ക് 11:42 വായിക്കുവാണെങ്കിൽ 42 ആണോ? സെക്കൻഡ് 52 ആണോ? 51:52. ലൂക്ക് 11:51 ഒന്ന് വായിക്കുക. ലൂക്കോസ് 11:51-52. ഈ മനുഷ്യൻ എന്നെ പറ്റി രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെ രക്തം ഈ തലമുറയോട് ചോദിക്കുവാൻ ഇടവരേണ്ടതിന് തന്നെ. അതെ, ഈ തലമുറയോട് അത് ചോദിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. മാത്യു 13 പറയുന്നുണ്ട് സക്രായ എന്താ പറയണ്ടേ ബെറിയാക്കായിന്റെ മകനായിരിക്കുന്ന സക്രായ നിങ്ങൾ ഓൾട്ടറിന്റെയും ടെമ്പിളിന്റെ ഇടയ്ക്കിട്ട് കൊന്നെന്ന്. ആ കൊന്ന സക്രായയുടെ ബ്ലഡ് ഞാൻ ചോദിക്കുന്നു. യേശു പറഞ്ഞതാ. സോ ദിസ് മാൻ വാസ് കിൽഡ്. ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടു. ഈ പുസ്തകത്തിൽ നിന്ന് ഒത്തിരി കാര്യം പഠിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ രണ്ട് രീതിയിലുള്ള ഒരു പിതാവിന്റെ ഹൃദയം ചാപ്റ്റർ 1 and 2 പഠിപ്പിക്കുന്നുണ്ട്. അതാണ് എന്റെ വിഷയം. സോ ദിസ് ഇസ് ഇൻട്രൊഡക്ഷൻ. മനസ്സിലായല്ലോ? 1 to 8 ടെമ്പിൾ പണിയാനായിട്ട് ഒരു മെസ്സേജ്, 9 to 14 ടോക്കിംഗ് അബൌട്ട് ഫസ്റ്റ് കമ്മിങ് ആൻഡ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ഗോഡ്. ഫസ്റ്റിന്റെ അകത്ത് നമുക്ക് ഹീ സീയിങ് വിഷൻസ്. ആ 8 വിഷൻസ് നല്ല വെരി നൈസ് വിഷൻസ്. രണ്ടും ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ഒന്ന് ഈ ആഴ്ചത്തേക്കിനല്ല, ഈ 2-3 ആഴ്ചത്തേക്കിന് ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു, ഒരു പ്രോമിസ്. ഓക്കെ, ചാപ്റ്റർ 2:5 ജസ്റ്റ് അതെന്ന് പറയുന്നത് ജനത്തിന് തോന്നി ഞങ്ങൾ ഇനിയും വന്നല്ലോ ക്യാപിറ്റലിൽ നിന്ന്, നമ്മൾ ഇനി ആരും നോക്കാനാ, ഞങ്ങൾക്കിനി ആരാ ഉള്ളത്, ഞങ്ങൾ ടെമ്പിൾ പണിയുന്നുണ്ട്, പണിതാലും എന്തോ ചെയ്യാനാ, ഞങ്ങളെ കൊണ്ട് എന്നോ പറ്റാനാ, ദൈവം അങ്ങനെ ഒരു ഫേവറോ ഒരു രാജാവോ ഒന്നും നമുക്കില്ലല്ലോ, വാട്ട് വിൽ ബി ഡു എന്ന് പറഞ്ഞപ്പോൾ അവരോട് ദൈവത്തിന്റെ ഒരു ഫേവർ കർത്താവ് എക്സ്പ്രസ് ചെയ്ത രീതി 2-3 വാക്യങ്ങൾ ഇത് കാണാൻ പഠിക്കണം. ഈ പറയുന്ന വാക്യങ്ങൾ ഇറ്റ്സ് ഓൾ പ്രോമിസസ്. ചാപ്റ്റർ 2:5. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ഒന്നോർത്തേക്ക് കർത്താവ് പറയാ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്തില്ല? മതിലില്ല. നിങ്ങൾ നോക്കുമ്പോ എന്തോ രാജാവില്ല. നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ആർമി ഇല്ല. നിങ്ങൾ നോക്കുമ്പോ നിങ്ങളെ സഹായിക്കാൻ ഒരാളില്ല. പക്ഷെ ഞാൻ പറയുന്നു യെരുസലേമിന് ചുറ്റിനും ഞാനൊരു തീമതിലായിരിക്കും. And I will be glory in her midst. അങ്ങനെ പറയുന്നേ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാനല്ലേ നിങ്ങൾക്ക് ചുറ്റിനും തീമതിൽ. അത് കാണാൻ പഠിക്കണം. 2:8. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടും. ദൈവം പറയാ, രാജ്യക്കാര് ബാക്കി യെരുസലേമിനെ ബാബിലോണും അസറിയൻസും ഈജിപ്തിന്റെ ഒക്കെ ദൈവം കയ്യിലേൽപ്പിച്ചു കൊടുത്തു. അവരങ്ങ് നമ്മുടെ ഭാഷയെ പറയുകയാണെങ്കിൽ അങ്ങ് അടിച്ചങ്ങ് എന്താ പറയണ്ടേ, അങ്ങ് പതിരാക്കി കളഞ്ഞു, വല്ലാതാക്കി. ഇപ്പൊ തിരിച്ചു വന്നാലും
എന്തോ ചെയ്യാൻ? അവരിനിയും വരും, അവരിനിയും വന്ന് ദോഷം ചെയ്യും. പക്ഷെ ദൈവം പറയാ, നിങ്ങൾ പേടിക്കണ്ട, അവര് നിങ്ങളെ ഇനി തൊട്ട, ഇറ്റ്സ് ലൈക്ക് ടച്ചിങ് ദി ആപ്പിൾ ഓഫ് മൈ ഐ. എത്ര സ്നേഹമുള്ള ഒരു ദൈവമല്ലേ? ദൈവം പറയാ, ഇത്രയും വലിയൊരു ദൈവത്തിന് ഇത്രയും കുഞ്ഞൊരു രാജ്യത്തോട്, അല്ലെങ്കിൽ ഇത്രയും കുഞ്ഞൊരു ജനത്തിനോട് എന്തിനാ ഇത്ര കാരണം? കാരണം ബിക്കോസ് യു ആർ മൈ പീപ്പിൾ. എത്ര വലിയ പുള്ളി വന്നാലും നിന്നെ തൊട്ട എന്റെ കണ്ണെന്റെ കൃഷ്ണോണി തൊടുന്ന പോലെ. കർത്താവ് എന്നെ പറയുന്ന ഒരു കാര്യം, 10-ാം വാക്യം. എന്നാൽ അവർക്ക് അങ്ങോട്ടൊരു ബലമില്ല. ഇപ്പൊ എങ്ങനെ പറ്റുന്നേ? ദൈവം പറഞ്ഞൊരു കാര്യം വായിക്കോ? 2:10. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതാണ് നിങ്ങളുടെ ബലം. നീ പാട്ട് പാടിക്കോ, അതാണ് നിങ്ങളുടെ ബലം. എന്നിട്ട് പറയുന്നുണ്ട്, അടുത്തൊരു വിഷന് യോശുവയുടെ ഡ്രസ് എല്ലാം വളരെ മോശം. എന്തേ പറഞ്ഞു, ഞാൻ മാറ്റും. ഐ വിൽ ഗിവ് യു നല്ലൊരു വസ്ത്രമൊക്കെ തന്ന് നിന്റെ ഒരു അവസ്ഥയൊക്കെ മാറ്റും. ബട്ട് നീ ചെയ്യേണ്ട 2 കാര്യം. 2 വാക്യം കൂടെ വായിച്ചിട്ട് ഐ എം സ്റ്റോപ്പിംഗ്. ഐ തിങ്ക് എനിക്ക് ദൈവത്തിന്റെ ജസ്റ്റിസ് പറയണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് വേണ്ട. 3 അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കുക. 7-ഉം അത് കഴിഞ്ഞൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാനുണ്ട്. വായിച്ചു 3-ന്റെ 7. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയങ്ങളെ പരിപാലിക്കുകയും എന്റെ പ്രകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. നീ ഒന്ന് മാത്രം ചെയ്ത് നീ അനുസരിച്ചങ്ങ് നടന്നാ മതി. അന്നേരം ജ്യോതിയ, എന്നാലും കർത്താവെ അങ്ങനെ ഞങ്ങൾക്കൊരു ബലമില്ലല്ലോ, അപ്പൊ ഞങ്ങക്ക് യുദ്ധം ചെയ്യാനോ അങ്ങനൊന്നും പറ്റത്തില്ലല്ലോ, ഞങ്ങളെങ്ങനെ ജയിക്കുന്നേ? അന്നത്തെ ഗവർണറായിരുന്നു സെറുബാബേൽ, അന്നത്തെ മഹാപുരോഹിതനായിരുന്നു യോശുവ. എന്നാൽ യോശുവോട് പറഞ്ഞു, യോശുവ നിനക്ക് പുതിയൊരു വസ്ത്രം ഞാൻ തരും, ഞാൻ നിന്റെ മധ്യയുണ്ട്. പക്ഷെ ഗവർണർ എങ്ങനെ നടത്തും? കാരണം അതിന് ആൾബലം വേണം. അതിന് ആൾബലം വേണം. യുദ്ധത്തിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സെറുബാബേലിനോട് പറയുന്നതാ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ അറിയാം, പക്ഷെ സാഹചര്യം നമുക്കറിയത്തില്ല. 4-ന്റെ 6. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടിനാണിത്, സൈന്യത്താൽ അല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാന് 4 പ്രോമിസസ് വായിച്ചു. 2-ന്റെ 5. നിങ്ങൾക്ക് ചുറ്റിനും ഞാൻ തീമതിലായിരിക്കും. 2-ാമത്തെ പ്രോമിസ്, നിന്നെ ആരെങ്കിലും തൊട്ട എന്റെ കണ്ണിന്റെ കൃഷ്ണമണി തൊട്ടതുപോലെ. 3, നീ സന്തോഷമായിട്ട് പാടിക്കുക, ഞാൻ നിന്റെ മധ്യയുണ്ട്. 4, ഭയപ്പെടണ്ട, സൈന്യത്താൽ അല്ല നീ ജയിക്കാൻ പോകുന്നത്, എന്റെ ആത്മാവിനല്ല ജയിക്കാൻ. സോ ലെറ്റ്സ് ക്ലെയിം ദാറ്റ് പ്രോമിസ്. സക്രിയ പഠിക്കണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ. വിൽ പ്രേ.